നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതിനെ സംബന്ധിച്ചുണ്ടായ വിവാദങ്ങളും സമരങ്ങളും ഒക്കെ കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ മറ്റൊരു വിവാദം കൂടി ഉടലെടുത്തിരിക്കുന്നു. അതായത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന് മലപ്പുറം ജില്ലയിൽ ആകമാനം വിതരണം ചെയ്യുന്നു എന്നുള്ളൊരു സമ്പ്രദായം. ഏതായാലും ഈ രണ്ട് സമ്പ്രദായവും നമ്മുടെ നാടിന് ആപത്താണ്. അത് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും വിദ്യാഭ്യാസ മേഖലയെയും കളങ്കപ്പെടുത്തുന്നതുമാണ്. നമുക്കറിയാം, ഈ OMR ടെസ്റ്റ് എന്ന പരീക്ഷാ സമ്പ്രദായം നിലവിൽ വരാൻ കാരണം കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷ എഴുതി കിട്ടുന്ന മാർക്കിനകത്ത് കൃത്രിമം ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരുന്നു. അതായത് ചോദ്യപേപ്പറുകൾ വാലി ചെയ്യുന്ന അധ്യാപകരെ സ്വാധീനിച്ചും പണം കൊടുത്തുമൊക്കെ മാർക്ക് കൂട്ടിയിടുന്ന സമ്പ്രദായം. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയും കഴിവുള്ള കുട്ടികളെ കണ്ടെത്താനും വേണ്ടിയായിരുന്നു ഈ OMR ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള സമ്പ്രദായങ്ങൾ ആവിഷ്കരിച്ചത്. പക്ഷേ അവിടെയും എന്ത് സംഭവിച്ചിരിക്കുന്നു? ചോദ്യപേപ്പറുകൾ ചോർന്നു പോകുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെ ചോരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ വളരെ വ്യക്തമായി കാണാം. അതായത് ഭാരതത്തിൽ എമ്പാടും എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾ നടക്കുന്നുണ്ട്. ആ സെൻ്ററുകൾ തമ്മിൽ നല്ല കോമ്പറ്റീഷനുമുണ്ട്. അപ്പോൾ ഇവർ ഭീമമായ തുക ചിലവാക്കി ഈ പരീക്ഷാ പേപ്പറുകൾ സെറ്റ് ചെയ്യുന്നവരെയും യൂണിവേഴ്സിറ്റിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും എല്ലാം കണ്ട് പണം കൊടുത്ത് ആണ് ഈ ചോദ്യപേപ്പറുകൾ ചോർത്തിയെടുക്കുന്നത്. ഇതുമൂലം എന്ത് സംഭവിക്കുന്നു? കഴിവില്ലാത്ത കുട്ടികൾ മുൻപന്തിയിൽ വരുന്നു. ബുദ്ധിയുള്ള, ശേഷിയുള്ള കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു എന്ന കാരണത്താൽ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയാത്ത സ്ഥിതിയും വരുന്നു. അപ്പോൾ ഈ OMR ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള ടെസ്റ്റുകൾ ആവിഷ്കരിച്ചതിൻ്റെ ഉദ്ദേശശുദ്ധി നടപ്പാക്കാതെ പോകുന്നു. ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത്, പല പോംവഴികളുണ്ടാവാം. നമ്മുടെ ഈ കോച്ചിങ് സെൻ്ററുകളെ പൂട്ടുക എന്നുള്ളതാണ്. പരീക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, സബ്ജക്റ്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, ചോദ്യപേപ്പറിൻ്റെ രീതികൾ എന്നിവയെക്കുറിച്ച് നേരത്തെ ഈ ഗൂഗിൾ വഴിയും മറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുകൾ വഴിയുമൊക്കെ വേണ്ട ഇൻസ്ട്രക്ഷൻ വിദ്യാർത്ഥികൾക്ക് നൽകി പരീക്ഷ എഴുതിക്കുക. അല്ലാതെ ഈ കോച്ചിങ് സെൻ്ററിൽ പോയി പഠിച്ച് കുറുക്ക് വഴിയിലൂടെ വിജയം നേടുന്ന സമ്പ്രദായത്തെ അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ അവസാനിപ്പിക്കാൻ സാധിക്കും. പിന്നെ ഇപ്പോഴിതാ മലപ്പുറം ജില്ലയിൽ വളരെ വ്യാപകമായി ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നു കെട്ടുകണക്കിന്. അതിനകത്ത് ആളിൻ്റെ പേരും സബ്ജക്റ്റും മാർക്കും റാങ്കും ഒക്കെ കാണിച്ചാൽ മതി. ഇതിലൂടെ സംസ്ഥാനത്തും ഇന്ത്യയിലാകമാനവും ഉള്ള തൊഴിൽ ഉദ്യോഗസ്ഥ രംഗത്തുള്ള അവസരങ്ങൾ മുഴുവൻ തട്ടിയെടുക്കാൻ ചില പ്രത്യേക ആൾക്കാർക്കും സമുദായത്തിനും സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതും വളരെ ഗുരുതരമായൊരു കുറ്റമാണ്. ഒരു സമുദായത്തെക്കുറിച്ചല്ല പറയുന്നത്, ആ സമുദായത്തിലെ കഴിവുള്ള കുട്ടികളുണ്ട്, അവർ മുന്നോട്ട് വരട്ടെ, പരീക്ഷ എഴുതി പാസ്സായി ഡിഗ്രി സമ്പാദിച്ചു വരട്ടെ. പക്ഷേ അതിലെ കഴിവ് കെട്ട, കോളേജിൽ പോലും പോയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വരെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമ്പ്രദായം ഇവിടെ നിലവിൽ വന്നിരിക്കുന്നു. ഇതും വളരെ അപകടകരമാണ്. നമുക്കറിയാം, ഈ നീറ്റിൻ്റെ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ ഇവിടെ ഭാരതീയ കോക്രോച്ച് പാർട്ടി എന്നൊരു രാഷ്ട്രീയ പാർട്ടി വരെ രൂപം കൊണ്ടു. ഇപ്പോഴിതാ ഈ വ്യാജ ഡിഗ്രി സമ്പാദിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് അവസരമുണ്ടാക്കുന്ന ഈ സമ്പ്രദായത്തിനെതിരെയും പല സംഘടനകളും രംഗത്ത് വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇതുവരെ വന്നു കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വളരെ ഔന്നത്യം പുലർത്തുന്ന ഒരു രാഷ്ട്രമാണ്. പുരാതന കാലം മുതൽക്ക് തന്നെ ലോകത്തെമ്പാടും നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാർ സഞ്ചരിച്ച് വെളിച്ചം പകർന്ന, വിജ്ഞാനം പകർന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. ആ ഭാരതത്തിൽ ഇന്ന് ഡിഗ്രികൾ സമ്പാദിക്കുന്നതിന് കുറുക്കു വഴികൾ ധാരാളമാണ്. വിവരവും വിദ്യാഭ്യാസവും അതിനാവശ്യമില്ല എന്നൊരു സ്ഥിതി വന്നിരിക്കുന്നു.
അതുകൊണ്ട് വിദേശ രാഷ്ട്രങ്ങളിൽ നമ്മളെക്കുറിച്ചുള്ള, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുള്ള റെപ്യൂട്ടേഷൻ പൂർണ്ണമായും പോകുന്നു. അതുവഴി നമ്മുടെ കുട്ടികൾക്ക് വിദേശ രാഷ്ട്രങ്ങളിൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യവും ഇല്ലാതാകുന്നു. ഈ തരത്തിലുള്ള സമ്പ്രദായങ്ങളെ ഇല്ലാതാക്കാൻ, വ്യാജ വഴികളെ, കുറുക്ക് വഴികളെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള കർശനമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അടിയന്തരമായി കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു.